ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഞാൻ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് വീഡിയോസ് ചെയ്യാത്തത് വേറെ ഒന്നുമല്ല, കാരണം വലിയ രീതിയിൽ മടിയായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. ചെറിയ പെരുന്നാളിൻ്റെ വ്ലോഗ് ഇട്ടിട്ട് പോയതാണല്ലോ അല്ലേ. എൻ്റെ ഷോർട്സ് വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഷോർട്സ് ഡെയിലി ഇടാറുണ്ട്. അപ്പോൾ ലോങ് വീഡിയോ ചെയ്യാനാണ് കുറച്ച് മടിയായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ ചെറിയൊരു ബ്രേക്ക് എടുക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ആ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ ദിവസം വീഡിയോ എടുക്കാൻ യാതൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. എനിക്ക് തീരെ വയ്യാതെ ഒരു അലസതയും ക്ഷീണവും എന്തൊക്കെയോ പോലെ തോന്നിയ ഒരു ദിവസമായിരുന്നു. പക്ഷേ ഞാൻ എന്നെ തന്നെ ഓണാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ചെയ്യാനും വയ്യായിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു ദിവസം മാഗി ആക്കാമെന്ന് വിചാരിച്ചിട്ട് മാഗി മേടിച്ചത്. എപ്പോഴും മേടിക്കുന്ന ഒരു ഐറ്റം അല്ല ഇത്. ഇതിപ്പോൾ കുറേ ആയി മേടിച്ചിട്ട്, ഇപ്പോഴാണ് പിന്നെ മേടിക്കുന്നത്. അപ്പോൾ ഞാനത് കഴിക്കാനെടുത്തപ്പോൾ മോനും കൂടെ എടുത്തിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അവൻ കഴിച്ചൊന്നുമില്ല. അവന് വേറെ കോറ കൂളുണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തായാലും ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതിയിട്ട് കിച്ചണിലേക്ക് കയറുമ്പോഴേക്കും 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഫ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കറി വെക്കേണ്ട, അത് പിന്നെ ബിരിയാണി ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനൊരു കറി വേറെ, പിന്നെ ഉപ്പേരി വേറെ, അങ്ങനെയൊക്കെ ഒരുപാട് പണിയുണ്ടാവും. അപ്പോൾ ബിരിയാണി ആക്കി സിമ്പിളായിട്ടൊരു സാലഡും റെഡിയാക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ബീഫ് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ തീരാറായിട്ടുണ്ടായിരുന്നു. ആദ്യം അതാണ് റെഡിയാക്കി വെച്ചത്. കുറച്ച് ഇരിപ്പുണ്ട്, എന്നാലും അത് പോരാ. നമ്മളിവിടെ പാലക്കാടൻ സ്റ്റൈൽ ബിരിയാണി വെക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ കുറച്ച് മുന്നിട്ട് നിൽക്കും. പിന്നെ വേഗം ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഈ ഒരു പാത്രം അരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഇതിൽ തന്നെ 2 പാത്രം വെള്ളമാണ് ഒഴിക്കുന്നത്. അങ്ങനെ ഞാൻ ബിരിയാണി വെക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബിരിയാണി വെക്കൽ അവിടെ നടന്നോട്ടെ. അതിനിടയിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയണോ വേണ്ടയോ എന്ന് ഒരുപാട് ആലോചിച്ചു. പിന്നെ ലാസ്റ്റ് ഞാനത് എന്തായാലും പറയാമെന്ന് കരുതി. ഇപ്പോൾ നമ്മളുടെ പെരുന്നാൾ കഴിഞ്ഞല്ലോ, അതിൻ്റെ ആ ഒരു ട്രെൻഡ് പിടിച്ചിട്ടാണോ എന്നറിയില്ല, ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ പെരുന്നാൾ, ഒരു രസമില്ല, എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സത്യത്തിൽ നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതല്ലേ, അല്ലാതെ സാഹചര്യം നമുക്ക് കൊണ്ട് തരട്ടെ എന്ന് കരുതിയിട്ട് വെയിറ്റ് ചെയ്യുന്നതല്ലല്ലോ. പിന്നെ നമ്മൾ ഒരുപാട് മുതിർന്നു കഴിഞ്ഞു. പണ്ടത്തെ പോലെ കുട്ടികളല്ല, നമ്മൾ ഒരുപാട് മുതിർന്നു കഴിഞ്ഞു. അതിൻ്റെയൊക്കെ ഒരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഉള്ള സ്റ്റേജിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഉള്ള ആളുകളായിട്ട് എൻജോയ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് ആകെ കിട്ടുന്ന പെരുന്നാളല്ലേ, അത് അങ്ങനെ ഓരോ റീല് കണ്ടിട്ട് ട്രെൻഡ് പിടിച്ച് കളയാനുള്ളതല്ലല്ലോ. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് കിട്ടുന്ന നിമിഷങ്ങൾ നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കുക. പല കാര്യങ്ങളും നമുക്ക് മിസ്സായിട്ട് തോന്നുന്നത് നമ്മൾ മുതിർന്നത് കൊണ്ടാണ്. നമ്മൾ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരു കുട്ടിക്കാലമായിരുന്നു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണം അല്ലെങ്കിൽ പെരുന്നാൾ അതൊക്കെ വരണമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ബിരിയാണി എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ വെക്കും, അതല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കും, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി കഴിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് എല്ലാവരുടെ കാര്യത്തിലും ഉണ്ട്. അതുകൊണ്ട് ആയിരിക്കും ചിലപ്പോൾ ആ പണ്ടത്തെ കാലമൊക്കെ മിസ്സായിട്ട് തോന്നിയിട്ടുള്ളത്. എന്നാലും നമ്മളുടെ ഹാപ്പിനെസ് നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് നോക്കുക. നമ്മൾ നമ്മുടെ സന്തോഷത്തിന് ആദ്യം വാല്യൂ കൊടുക്കണം. നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമ്മൾ വാല്യൂ കൊടുക്കണം. നമ്മൾ ഓരോ കാര്യങ്ങൾക്കും വാല്യൂ കൊടുക്കണം. നമ്മൾ കൊടുക്കേണ്ടതിന് കൊടുക്കുക തന്നെ വേണം. അല്ലാതെ മിസ് ചെയ്യുന്നു, ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മളത് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ടി വരും. അത് കാരണമാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞത്. എനിക്ക് അങ്ങനെ തോന്നിയത്.
ആ ഒരു റീൽസൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമ്മളിപ്പോൾ എത്രത്തോളം നമ്മളുടെ കുട്ടിക്കാലം മിസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ആയിരിക്കും നമ്മൾ ഇപ്പോൾ ഉള്ള സ്റ്റേജ് കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞാൽ ഓർക്കുമ്പോൾ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തില്ല, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല, അങ്ങനെയുള്ള കുറ്റബോധമൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ എൻജോയ് ചെയ്യുക. നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യേണ്ട സ്റ്റേജുകളിൽ നമ്മൾ നിൽക്കേണ്ട എല്ലാ സ്റ്റേജുകളും നമ്മൾ എൻജോയ് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ നമ്മളുടെ കുട്ടിക്കാലത്ത് ഒരു ഡ്രസ്സ് മേടിക്കണമെന്നുണ്ടെങ്കിൽ പോലും വല്ലപ്പോഴും മാത്രമായിരിക്കും ഡ്രസ്സൊക്കെ കിട്ടുക. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ടൗണിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ടാൽ നമ്മളപ്പം അത് വാങ്ങിക്കും. അതല്ലാതെ പിന്നെ ഓൺലൈനായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് തപ്പി തേടി തിരഞ്ഞു പിടിച്ചിട്ട് നമ്മളത് ഓർഡർ ചെയ്ത് വരുത്തുമല്ലേ. അപ്പോൾ പല മാറ്റങ്ങളും നമ്മളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് പണ്ടത്തെ ലൈഫ് നമ്മൾ മിസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് പെരുന്നാൾ എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അല്ല. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടും ഇരിക്കാനായിട്ട് പറ്റും. അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നതിനിടയിൽ എൻ്റെ കിച്ചണിലെ വർക്കൊക്കെ തീരാനായി. അടിപൊളി ബിരിയാണിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പാലക്കാടൻ സ്റ്റൈൽ റാത്തർ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട് വീട് എവിടെയാണ്, സ്ഥലം എവിടെയാണെന്നുള്ളതൊക്കെ. പാലക്കാടാണ് ജില്ല. പാലക്കാട് ആലത്തൂരാണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ പാലക്കാട് ആലത്തൂർ ഉള്ളവരൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെയുള്ള പാത്രങ്ങളും ഞാൻ വേഗം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഓരോരോ ജോലികളും തീർന്നു കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസമാണ്. ഇന്ന് പ്രത്യേകിച്ച് ഒരു മൂഡും ഇല്ലാത്ത ദിവസമായിരുന്നു. ഭയങ്കര ഒരു അലസതയാണോ ക്ഷീണമാണോ വയ്യാത്തതാണോ എന്താണെന്ന് അറിയാത്തൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ എന്നെ ഓണാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്യാമറയും ഓണാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മൂഡൊക്കെ ഒന്ന് ലെവലായിട്ട് വന്നു. അപ്പോൾ വേഗം കിച്ചണിലെ വർക്കൊക്കെ തീർത്ത് ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പും പാത്രങ്ങൾ കഴുകുന്നതിൻ്റെ കൂടെ തന്നെ കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചെടുത്ത് സിങ്ക് ഒന്ന് കഴുകുന്നുണ്ട്. സിങ്ക് കഴുകിയില്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല. ഒന്നാമത്തെ ബോർവെല്ലിൻ്റെ കറ എപ്പോഴും ഉണ്ടാവും. അത് കഴുകി കഴിഞ്ഞാലും പോവൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് വൃത്തിയായിരിക്കും അത്ര തന്നെ. അപ്പോൾ വേഗം എല്ലാം തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബിരിയാണിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ റെസിപ്പിയൊന്നും പറയാതിരുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഞാനായിട്ട് പറഞ്ഞ എന്തിനാ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് റെസിപ്പി ചെയ്യാം. അപ്പോൾ കിച്ചണൊക്കെ ഈ ഒരു ലെവലിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പാത്രങ്ങളിലെ വെള്ളമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ സ്ഥലത്ത് എടുത്ത് വെക്കണം. പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് കുളി നിസ്കാരവും ഒക്കെ കഴിഞ്ഞാണ് ചോറുണ്ണാനായിട്ട് നിന്നത്. അപ്പോഴേക്കും 2 മണി ആയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു, വയറ് കത്തുന്ന വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വേഗം മക്കൾക്കൊക്കെ നേരത്തെ കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പണികളൊക്കെ തീർന്ന് സമാധാനമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സമാധാനമായിട്ട് കഴിച്ചോട്ടെ. സാലഡും ഉണ്ടാക്കി. വേറെ കറികളൊന്നും ഞങ്ങൾക്ക് ഇതിന് ആവശ്യമില്ല. ഇതിൻ്റെ ടേസ്റ്റിൽ തന്നെ കഴിച്ചോളും. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുന്നതല്ല, പാലക്കാടൻ ബിരിയാണി കഴിച്ചവർക്കറിയാം അതങ്ങനെയാണ്. അതങ്ങനെ കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.